ബഹുമാന്യരെ, സഹോദരി സഹോദരന്മാർ, വി ജയരാജൻ എഴുതിയ സനാതനികളുടെ ഹിന്ദുത്വ വഴികൾ എന്ന ഈ കൃതി ഗവേഷണാത്മകവും വിജ്ഞാനപ്രദവുമായ രാഷ്ട്രീയ ഉള്ളടക്കത്തോടു കൂടിയതാണ്. ഇത് രചിച്ച സഖാവ് ജയരാജനെയും പ്രസിദ്ധീകരിച്ച ചിന്താ പബ്ലിഷേഴ്സിനെയും ആദ്യമായി അഭിനന്ദിക്കട്ടെ. എല്ലാവർക്കും അറിയാം, ജയരാജന്റെ പൊതുജീവിതം അരനൂറ്റാണ്ടിലധികമായി തുടരുന്നതാണ്. ആ പൊതുജീവിതം പ്രധാനമായും അടയാളപ്പെടുത്തുന്നത് തൊഴിലാളി വർഗ രാഷ്ട്രീയ പ്രവർത്തനവും അതിൻ്റെ ഭാഗമായി അദ്ദേഹം നടത്തിയ ആശയപരവും പ്രായോഗികവുമായ വർഗീയ വിരുദ്ധ മതനിരപേക്ഷ പ്രവർത്തനങ്ങളും കൊണ്ടാണ്. ഈ പറഞ്ഞ തലങ്ങളിൽ മാത്രമല്ല, നേരത്തെ പ്രകാശന്മാർക്കെടുത്ത് പറഞ്ഞതുപോലെ സ്വന്തം ശരീരം കൊണ്ടും ജീവൻ കൊണ്ടും കൂടി സംഘപരിവാറിനെതിരെ, എല്ലാ വർഗീയ ശക്തികൾക്കുമെതിരെ പൊരുതി നിന്ന ചരിത്രമാണ് ജയരാജനുള്ളത്. ഈ സഖാവ് സ്വശരീരം കൊണ്ട് അനുഭവിച്ച വ്യക്തിപരമായ ആക്രമണങ്ങളെ കൂടെ മനസ്സിൽ വെച്ച് നോക്കിയാൽ ഈ പുസ്തകം എഴുതാൻ ഈ ജീവിതം ബാക്കിയായി എന്നത് തന്നെ അങ്ങേയറ്റത്തെ യാദൃശ്ചികതയാണ്. അത് അറിയാത്തവരായി ആരും തന്നെ ഈ സദസ്സിലുണ്ടാവില്ല. ആ പോരാട്ട ചെറുത്തുനിൽപ്പ് പരമ്പരയിലെ ഏറ്റവും പുതിയ സംഭാവനയാണ് ഈ ഗ്രന്ഥം. രാഷ്ട്രീയവും സാമൂഹികവുമായ പ്രവർത്തനങ്ങൾക്കിടയിൽ ഗവേഷണ ബുദ്ധിയോടെ അഭിനന്ദനാത്മകമായി ഇത്തരമൊരു കൃതി എഴുതാൻ സമയം കണ്ടെത്തി എന്നത് അഭിനന്ദനാർഹമാണ്. വരും കാലത്തിൽ പുതുതലമുറകൾക്കും നടക്കാനിരിക്കുന്ന വർഗീയ വിരുദ്ധ പോരാട്ടങ്ങൾക്ക് വലിയ തോതിൽ പ്രയോജനപ്പെടുന്നതാവും ഈ ഗ്രന്ഥം. ഇത് ചില അടിസ്ഥാന രാഷ്ട്രീയ ബോധങ്ങൾ പങ്കുവെക്കുന്നു. ഹിന്ദുമതവും ഹിന്ദുത്വവും എന്ന് ഇന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വർഗീയ സമ്പ്രദായവും തമ്മിൽ ബന്ധമേതുമില്ല. ഇവ രണ്ടും വ്യത്യസ്ത ധ്രുവങ്ങളിൽ എന്നല്ല, വിരുദ്ധ ധ്രുവങ്ങളിലാണ് നിലകൊള്ളുന്നത്. ചാതുർവർണ്ണ്യവും സനാതന മതവാദവും പ്രകീർത്തിക്കപ്പെടേണ്ടവയല്ല. മനുഷ്യത്വ വിരുദ്ധതയുടെ ശ്രേണിയോടുകൂടിയ ജാതീയ ഘടനയാണ് അതിനുള്ളത്. എല്ലാ വിധത്തിലുമുള്ള ചൂഷണത്തിൻ്റെ രീതികൾക്ക് അടിയുറപ്പ് നൽകുകയാണ് അവ ചെയ്തു പോരുന്നത്. ഇത്തരം കാര്യങ്ങളൊക്കെ വെറുതെ അങ്ങ് പറഞ്ഞു പോവുകയല്ല, മറിച്ച് ചരിത്രത്തിൽ തന്നെ തെളിവുകൾ എടുത്തു വെച്ച് സമർത്ഥിക്കുകയും സ്ഥാപിക്കുകയുമാണ് ജയരാജൻ ചെയ്യുന്നത്. ഹിന്ദുത്വ വർഗീയ പ്രസ്ഥാനത്തെ കൊണ്ട് ഹിന്ദുമതത്തെ പകരം വെക്കാൻ ശ്രമം നടക്കുന്നു. എല്ലാ മതമൗലിക വർഗീയ ശക്തികളും ജനങ്ങളുടെ ഒരുമ തകർക്കാൻ മത്സരിച്ച് രംഗത്ത് വരുന്ന കാലമാണ്. രാഷ്ട്രീയ വർഗീയ ഇസ്ലാമിസത്തെ കൊണ്ട്
ഇസ്ലാമികതയെ പകരം വെക്കാനും ശ്രമം നടത്തുന്നു. രാഷ്ട്രീയ ഹിന്ദുത്വ വർഗീയതയ്ക്കെതിരായ സമരം ഹിന്ദുവിനും ഹിന്ദുമതത്തിനുമെതിരായ സമരമാണെന്നും വർഗീയ ഇസ്ലാമിസത്തിനെതിരായ സമരം മുസ്ലിമിനും ഇസ്ലാം മതത്തിനുമെതിരായ സമരമാണെന്നുമുള്ള ഒരു കപട നെറേറ്റീവ് സൃഷ്ടിച്ച് രക്ഷപ്പെടാനും ശക്തിപ്പെടാനുമാണ് ഇരുപക്ഷത്തെയും വർഗീയ ശക്തികൾ ശ്രമിക്കുന്നത്. ഇതിൻ്റെ ഉദാഹരണങ്ങൾ എത്രയോ നമ്മുടെ അനുഭവത്തിൽ കാണാൻ കഴിയും. ഇന്നലെ പോലും ആ അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടാകും. ഒരു പരിപാടിയിൽ സംസാരിക്കുമ്പോൾ സഖാവ് രാകേഷ് പറഞ്ഞ കാര്യം, ന്യൂനപക്ഷ വർഗീയതക്കെതിരെ പറഞ്ഞ കാര്യം, അതേതോ ചില ജനവിഭാഗങ്ങൾക്കെതിരെയാണ് എന്ന് സമർത്ഥിക്കാൻ വേണ്ടി ചില നടത്തുന്ന ശ്രമങ്ങൾ ഇന്നലെ തന്നെ കാണാൻ കഴിഞ്ഞതാണ്. വർഗീയതക്കെതിരായ സമരം കോടിക്കണക്കായ വിശ്വാസികളെ കൂടി അണിനിരത്തിക്കൊണ്ടാണ് നടത്തേണ്ടത്. അങ്ങനെയാണ് അത് വിജയിപ്പിച്ചെടുക്കാൻ കഴിയുക എന്ന കൃത്യമായ ധാരണയാണുള്ളത്. അതുകൊണ്ട് തന്നെ മതത്തെയും വർഗീയതയെയും വേർതിരിച്ച് കാണാൻ സമൂഹത്തിന് കഴിയും. വർഗീയതയെ ശക്തമായി എതിർത്തു പോവുക എന്നാണ് പ്രധാനം. അത് ഏതെങ്കിലും മതത്തെ എതിർക്കലല്ല. വർഗീയത നാടിനാപത്താണ് എന്നത് ആവർത്തിച്ച് വ്യക്തമാക്കേണ്ടതായിരുന്നു. എന്നാൽ നടക്കുന്ന കാര്യം വിശ്വാസി വിഭാഗങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് സ്വന്തം പക്ഷത്ത് ചേർക്കാനുള്ള വർഗീയ ഭീകരവാദ ശക്തികളുടെ ശ്രമങ്ങളുണ്ട്. ആ ശ്രമങ്ങൾ പൂർണ്ണമായും പരാജയപ്പെടുത്തേണ്ടതുണ്ട്. അത് പരാജയപ്പെടുത്തേണ്ടതാണ്. മതബോധമല്ല, മറിച്ച് മതത്തെക്കുറിച്ചുള്ള കപടബോധമാണ് വർഗീയത ഉൽപ്പാദിപ്പിക്കുന്നത്. ആ കപടബോധത്തിൻ്റെ ചുഴിയിൽപ്പെട്ടാൽ രക്ഷപ്പെടൽ വിഷമകരമോ അസാധ്യമോ ആണ്. കാലികമായ വലിയ പ്രസക്തിയുണ്ട് എന്ന് നേരത്തെ പറഞ്ഞു. വർഗീയ വിഷപ്പുക കൊണ്ട് കാഴ്ച കലങ്ങിപ്പോകുന്ന മനുഷ്യരുടെ കാഴ്ച തെളിയിക്കാൻ ഇത്തരം രചനാപരമായ ഇടപെടലുകൾ കൂടിയേ തീരും. ഈ പുസ്തകത്തിനെതിരെ ഇപ്പോൾ തന്നെ സംഘപരിവാർ ഭീഷണി മുഴക്കി തുടങ്ങിയിട്ടുണ്ട്. അവരുടെ ചോദ്യങ്ങൾ നേരിട്ടും അതിന് മറുപടി പറഞ്ഞുകൊണ്ടും കൂടിയാണ് മതനിരപേക്ഷ സമൂഹം ചെറുക്കേണ്ടത്. അതിനുള്ള ഉത്തരങ്ങൾ സനാതനികളുടെ ഹിന്ദുത്വ വഴികൾ എന്ന ഈ കൃതിയിലുണ്ട്. അതറിയാവുന്നതുകൊണ്ടുകൂടിയാണ് ഈ മുറവിളികൾ എന്നതും ഓർക്കേണ്ടതാണ്. 14 അധ്യായങ്ങളാണ് ഈ പുസ്തകത്തിലുള്ളത്. ഗ്രാൻഡ് ഡിസൈൻ എന്ന ആദ്യ അധ്യായം കഴിഞ്ഞ അരനൂറ്റാണ്ടിലേറെയായി സംഘപരിവാർ ശക്തികൾ കേരളം പിടിക്കാൻ ആവിഷ്കരിച്ചു പോരുന്ന ഗൂഢപദ്ധതികൾ തുറന്നു കാട്ടുന്നുണ്ട്. ഗ്രാൻഡ് ഡിസൈൻ എന്ന പേര് തന്നെ AK ആന്റണി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ശിവഗിരിയിൽ നടന്ന പോലീസ് തെറുവാഴ്ചയെ ഓർമ്മിപ്പിക്കും. അന്ന് ആ സംഭവത്തെ കേരള കൗമുദി പത്രാധിപർ MS മണി വിശേഷിപ്പിച്ചത് ആ വാക്കുകൊണ്ടാണ്. ആ ഘട്ടത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് സംഘപരിവാർ പല ഘട്ടങ്ങളിൽ ചെയ്ത കാര്യങ്ങൾ ജയരാജൻ ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഒരു മഠാധിപതി ശാശ്വതി ഗാന്ധിയെ കണ്ട് നാം ഒരുമിച്ച് നിന്നാൽ കേരളം പിടിക്കാമെന്നോ
ഹിന്ദുക്കളുടെ അനൈക്യമാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നും പറഞ്ഞതായി ഈ കൃതിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ശ്രീനാരായണ ഗുരു കാട്ടിയ വഴിയിലൂടെയല്ലാതെ താൻ സഞ്ചരിക്കില്ല എന്ന മറുപടി നൽകി ശാശ്വതികാനന്ദ സ്വാമി ആ മഠാധിപതിയെ മടക്കി അയച്ചതടക്കമുള്ള വിവരങ്ങൾ അധികമാർക്കും അറിയാത്തതാണ്. ഇത്തരം പൊതുവിവരങ്ങൾ ഈ കൃതിയെ ശ്രദ്ധേയമാക്കും. ശിവഗിരിയിൽ ഞാൻ നടത്തിയ ഒരു പ്രസംഗത്തിൽ സനാതന ഹിന്ദുത്വത്തെക്കുറിച്ച് പറഞ്ഞതും അത് മുൻനിർത്തി ചിലർ വിവാദങ്ങൾ ഉയർത്തിയതും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അതിൻ്റെ ആദ്യഘട്ടത്തിലുണ്ടായ ഒരു കാര്യമാണ് നേരത്തെ രാകേഷ് പരാമർശിച്ചത്. ശിവഗിരിയിലെ പ്രസംഗത്തെ പരാമർശിച്ചുകൊണ്ട് സനാതന ധർമ്മത്തെ വിമർശനാത്മകമായി ജയരാജൻ പരിശോധിക്കുന്നുണ്ട്. സനാതന ധർമ്മത്തിന്റെ വക്താവും പ്രയോക്താവുമായി ഗുരുവിനെ പ്രതിഷ്ഠിക്കുന്ന വിധം ശിവഗിരിയിൽ തന്നെ അതിനു മുൻപ് പ്രസംഗിച്ചത് മുൻനിർത്തിയാണ് ആ ഘട്ടത്തിൽ വിശദമായി തന്നെ പ്രസംഗിക്കാനിടയായത്. സച്ചിദാനന്ദ സ്വാമിയാകട്ടെ ആചാരങ്ങളിൽ ചില മാറ്റങ്ങൾ വരേണ്ടതിൻ്റെ ആവശ്യകത മുൻനിർത്തിയും അന്ന് സംസാരിക്കുകയുണ്ടായി. ഈ രണ്ട് പ്രസംഗങ്ങളെയും മുൻനിർത്തി ജയരാജൻ അവതരിപ്പിക്കുന്ന സനാതന ധർമ്മത്തിന്റെ ദൃഷ്ടാന്തങ്ങൾ സനാതന ധർമ്മം ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങൾക്ക് ഘടകവിരുദ്ധമാണെന്ന് തെളിയിക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, ഗുരുവിനെ സനാതനിയായി ചിത്രീകരിക്കുന്നത് സംഘപരിവാറിന്റെ നേരത്തെ പറഞ്ഞ ഗ്രാൻഡ് ഡിസൈനിന്റെ ഭാഗമാണെന്ന് സ്ഥാപിക്കുകകൂടി ചെയ്യുന്നത്. ശ്രീനാരായണ ഗുരുവിന്റെ മനസ്സ് കൃത്യമായി പി ജയരാജൻ കണ്ടെത്തുന്നുമുണ്ട്. ഈ പുസ്തകത്തിന്റെ ഒരു പ്രത്യേകത അതാണ്. ശിഷ്യ പരമ്പരയെ ഗുരു നിയോഗിച്ചത് എന്തിനാണെന്ന് ചോദ്യം ഉന്നയിച്ചുകൊണ്ട് അത് ധർമ്മസംഘത്തിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ടതാണെന്ന് പറയുന്നു ഗ്രന്ഥകർത്താവ്. പ്രഖ്യാപിത ലക്ഷ്യങ്ങളായി പറയുന്നത് ജാതിമത ഭേദവും ഐത്താചരണവും മതാന്ധതയും ഉന്മൂലനം ചെയ്യലാണ്. ആ ലക്ഷ്യം നടപ്പാക്കാനുള്ളതാണ് ശിഷ്യ പരമ്പര. അതിലെവിടെയും ഇവർ ഹിന്ദുമത സന്യാസികളാണെന്ന് പറയുന്നുമില്ല. ഈ ലക്ഷ്യത്തിനോ ഈ സന്യാസി നിയോഗത്തിനോ നിരക്കുന്നതാണോ സനാതന ധർമ്മസങ്കല്പം? അല്ല എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ ചരിത്രരേഖകളുടെ പിൻബലം ജയരാജൻ തേടുന്നുണ്ട്. 1904 ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ ആഭിമുഖ്യത്തിൽ സനാതന ധർമ്മത്തിന്റെ തത്വങ്ങൾ എന്ന ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചിരുന്നു. വർണ്ണാശ്രമ ധർമ്മങ്ങളെ അഥവാ ജാതി വ്യവസ്ഥയെ പരിരക്ഷിച്ച് ന്യായീകരിക്കുന്ന ആശയങ്ങളാണ് അതിലുണ്ടായിരുന്നത്. എന്തുകൊണ്ടാണ് ഈ ഭാഗം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്? 1904 ഈ സംഭവം. എന്തുകൊണ്ടാണ് അന്ന് അവർക്ക് ഒരു പുസ്തകം ഇറക്കേണ്ടി വന്നത്? പാശ്ചാത്യ വിദ്യാഭ്യാസം പ്രചരിക്കുന്ന സ്ഥിതി വരും. അങ്ങനെ പാശ്ചാത്യ വിദ്യാഭ്യാസം പ്രചരിച്ചതോടെ പഠിച്ചു വരുന്നവർ ജാതിക്കപ്പുറത്തേക്ക് കടന്ന് ചിന്തിക്കുന്നതായി അവർ മനസ്സിലാക്കി. അത് കണ്ടതുകൊണ്ട് ആധുനിക വിദ്യാഭ്യാസം ജാതിക്കെതിരെ ഉയർത്തുന്ന വെല്ലുവിളികളെ എങ്ങനെ നേരിടണം എന്ന ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് ആ പുസ്തകം പ്രസിദ്ധീകരിച്ചത്. ഇക്കാര്യം സമൂഹത്തിന്റെ ശ്രദ്ധയിൽ ജയരാജൻ കൊണ്ടുവരുന്നു. അതോടൊപ്പം
സനാതന ഹിന്ദുത്വം ഗൃഹാതുരതയുടെ വാഴ്ത്തുന്ന വർണ്ണാശ്രമധർമ്മം മനുഷ്യർക്കിടയിൽ വിദ്വേഷവും വിഭജനവും ചൂഷണവും ശക്തിപ്പെടുത്തിയതാണ് എന്ന് നല്ല രീതിയിൽ സ്ഥാപിക്കുകയും ചെയ്യുന്നു. ആര്യന്മാർ ഇന്ത്യയിലേക്ക് കുടിയേറിയത് മുതൽ ശ്രേഷ്ഠ സംസ്കാരം നിലനിന്നും വനങ്ങളിൽ കഴിഞ്ഞ ഋഷിമാരാണ് അതിൻ്റെ ദാർശനികരെന്നും ഒക്കെയുള്ള സനാതന ധർമ്മവാദികളുടെ ചിന്തകൾക്ക് ശാസ്ത്രീയ യുക്തിയുടെ പിൻബലമില്ല എന്ന് ഈ ഗ്രന്ഥം കൃത്യമായി വ്യക്തമാക്കുന്നു. തൊട്ടുകൂടായ്മയുടെ ഉള്ളടക്കമൊന്നും മനുസ്മൃതിയിലില്ല എന്ന വാദത്തെയും വിദേശശക്തികൾ ചവിട്ടിമതിച്ചിട്ടും നശിക്കാത്തതാണ് സനാതന ധർമ്മമെന്ന വാദത്തെയും ഈ കൃതി യുക്തിഭദ്രമായി നേരിടുന്നു. വളരെ പ്രമുഖരായവർ ജാതി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് വിവിധ ഘട്ടങ്ങളിൽ കൈക്കൊണ്ടിട്ടുള്ള നിലപാടുകളെ ഈ പുസ്തകം സൂക്ഷ്മമായി പരിശോധിക്കുന്നു. ഗോൾവാൾക്കർ RSS ആചാര്യനാണെന്ന് എല്ലാവർക്കും അറിയാം. അദ്ദേഹം ഏതു വിധത്തിലാണ് ജാതിയെ കണ്ടത് എന്നത് വളരെ സൂക്ഷ്മമായ പഠന വിധേയമാക്കുന്നുണ്ട് ഈ കൃതി. ക്ഷേത്രപ്രവേശനം പോലെയുള്ള കാര്യങ്ങളിൽ പോലും വളരെ പിന്തിരിപ്പനായ നിലപാടായിരുന്നു ഗോൾവാൾക്കർ എടുത്തത്. അത് കാര്യകാരണ സഹിതം സ്ഥാപിക്കാൻ ഈ കൃതിയിൽ കഴിഞ്ഞിട്ടുണ്ട്. ജാതിക്കെതിരായ സമരങ്ങളെ പരിഹസിക്കുന്ന നിലപാടായിരുന്നു ഗോൾവാൾക്കർ കൈക്കൊണ്ടത്. അതും ഈ പുസ്തകം വ്യക്തമാക്കുന്നുണ്ട്. അതേപോലെ കേരളത്തിൽ ജാതിയുടെ രൂപീകരണം ഉണ്ടായ പശ്ചാത്തലം വിശദീകരിച്ചുകൊണ്ട് തന്നെ ജാതി വ്യവസ്ഥയെ ന്യായീകരിച്ചത് ഏതൊക്കെ വിധത്തിലാണ് ഗോൾവാൾക്കർ എന്നതും സമഗ്രമായും സൂക്ഷ്മമായും ഈ പുസ്തകത്തിൽ ജയരാജൻ വിശദമാക്കുന്നുണ്ട്. ഗാന്ധിവധത്തിലേക്ക് നയിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്ന് പരിശോധിക്കുന്നിടത്ത് ഗാന്ധിജി ജാതിക്കെതിരായി കൈക്കൊണ്ട നിലപാടുകളെയും ജയരാജൻ പരിശോധനാ വിധേയമാക്കുന്നുണ്ട്. ഗാന്ധിജി കേരളത്തിലേക്ക് വന്ന വിവിധ ഘട്ടങ്ങളെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. എന്നാൽ ഒടുവിൽ അദ്ദേഹം വന്നത് ജാതി വിരുദ്ധ നിലപാടുകൾ ഊട്ടിയുറപ്പിച്ചുകൊണ്ടായിരുന്നു. ഗാന്ധിജി അയിത്തോച്ചാടന മുദ്രാവാക്യം മുന്നോട്ട് വെച്ചത് ഗാന്ധി വിരുദ്ധത സനാതനികളിൽ തീവ്രമാക്കി എന്ന് കാണാൻ സാധിക്കും. പയ്യന്നൂരിൽ ഗാന്ധിജിക്കെതിരെ കരിങ്കൊടി പ്രകടനവും ഗോബാക്ക് പുലികളും ഉൾപ്പെടെ വളരെ ശത്രുതാപരമായ നടപടികളാണ് സനാതനികളിൽ നിന്നുണ്ടായതെന്നത് മറക്കാൻ പറ്റില്ല. അതിനെ തുടർന്നാണ് ഗാന്ധിജിയുടെ പൂനെ സന്ദർശനവും അവിടെ വെച്ച് അദ്ദേഹത്തിന് നേർക്കുണ്ടായ ആദ്യ വധശ്രമവും എന്നതും മറക്കാൻ പറ്റില്ല. പൂനെയിൽ ഗാന്ധിജിക്ക് നേരെ ബോംബാക്രമണം ഉണ്ടായ കാര്യം എല്ലാവർക്കും അറിയാം. സനാതനികളെ അതിലൊക്കെ പ്രേരിപ്പിച്ച പ്രകോപിപ്പിച്ച പ്രധാന ഘടകങ്ങളിൽ ഒന്ന് ജാതി ഉന്മൂലനം, അയിത്തോച്ചാടനം, ഈ വക കാര്യങ്ങളിൽ ഗാന്ധിജി സ്വീകരിച്ച നിലപാട് കൂടിയാണ് എന്ന് ഈ പുസ്തകം കണ്ടെത്തുന്നു. അംബേദ്കറുടെ സനാതന ധർമ്മവിരുദ്ധ കൃതി വേണ്ടത്ര വിലയിരുത്തപ്പെടാതെ പോയിട്ടുണ്ട്. ആ പോരായ്മ ഈ പുസ്തകത്തിലെ ഒരു അധ്യായം ഇല്ലാതാക്കുന്നത്. അംബേദ്കർ
വളരെ കൃത്യമായി സനാതനധർമ്മങ്ങൾക്ക് എതിരായിരുന്നുവെന്നും അതിനെ രൂക്ഷമായി വിമർശിച്ചിരുന്നുവെന്നും ഈ പുസ്തകത്തിൽ സ്ഥാപിക്കുന്നുണ്ട്. ഒരു ഘട്ടത്തിന് ശേഷം ദളിത് സ്വത്വാധിഷ്ഠിത സംഘടനകൾ ശക്തിപ്പെട്ടു വന്നു. അങ്ങനെ വന്നപ്പോൾ അവർ സംഘപരിവാറിന്റെ കയ്യിലെ കളിപ്പാവകളായി മാറി. അതെല്ലാം എങ്ങനെയാണ് ഉണ്ടായത് എന്നും അവർ അംബേദ്കറെ കമ്മ്യൂണിസ്റ്റുകാരുടെ ശത്രുവായി പ്രതിഷ്ഠിക്കുന്നത് ഈ സനാതനവാദികളുടെ പ്രേരണയാലാണ് എന്നും കൂടി അടിവരയിട്ട് പി ജയരാജൻ ഈ പുസ്തകത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ശ്രീനാരായണ ഗുരുവും അയ്യങ്കാളിയും വാഗ്ഭടാനന്ദനുമൊക്കെ ഏതു വിധത്തിലാണ് നമ്മുടെ സാമൂഹ്യ നവോത്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ചത് എന്നത് പല ഭാഗങ്ങളിലായി വിശദീകരിക്കുന്നുണ്ട്. അയ്യങ്കാളിയുടെ സമരങ്ങളെക്കുറിച്ച് വളരെ വിശദമായി ഈ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. ചട്ടമ്പി സ്വാമി വലിയുടെ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് വായനാ സമൂഹത്തിന്റെ ശ്രദ്ധയിലേക്ക് നീക്കിവെക്കുന്നു. അതിൽ പ്രധാനപ്പെട്ട കാര്യം പരശുരാമൻ സൃഷ്ടിച്ചതാണ് കേരളം എന്ന വാദത്തെ ആദ്യമായി ഖണ്ഡിച്ചയാള് ചട്ടമ്പി സ്വാമികളായിരുന്നു എന്നത് വളരെ വ്യക്തമായി ഈ പുസ്തകത്തിൽ സൂചിപ്പിക്കുന്നു എന്നതാണ്. അതുപോലെ ശൂദ്രർക്ക് വേദം പഠിക്കാൻ അധികാരമുണ്ടെന്ന് ചട്ടമ്പി സ്വാമികൾ പറഞ്ഞു എന്നടക്കമുള്ള വിപ്ലവാത്മകമായ നിലപാടുകളും വളരെ കൃത്യമായി ഈ പുസ്തകത്തിൽ എടുത്തു കാണിക്കുന്നു. വാഗ്ഭടാനന്ദൻ വിഗ്രഹാരാധനക്കെതിരായിരുന്നതുപോലെ തന്നെ എല്ലാ വിധത്തിലുമുള്ള ഉച്ചനീചത്വങ്ങൾക്കും ജാതീയമായ ചൂഷണങ്ങൾക്കുമെതിരെ കടുത്ത നിലപാട് സ്വീകരിച്ചയാളായിരുന്നു. അനീതിയോട് അടരാടുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ മുഖ്യ മുദ്രാവാക്യം തന്നെ എന്ന കാര്യം ഉയർത്തിക്കാട്ടിക്കൊണ്ട് വാഗ്ഭടാനന്ദന്റെ സംഭാവനകളെയും ഇതിൽ കാര്യമായി വിലയിരുത്തുന്നുണ്ട്. ഈ ഗ്രന്ഥത്തിന്റെ മറ്റൊരു പ്രത്യേകതയായി തോന്നുന്നത് കേരളത്തിലെ ആരാധനാലയങ്ങളെക്കുറിച്ച് കാവുകളെക്കുറിച്ചൊക്കെ സൂക്ഷ്മമായി പഠിച്ച് തയ്യാറാക്കിയിട്ടുള്ളതാണ് ഈ പുസ്തകം എന്നതാണ്. ഈ പഠനത്തിന്റെ ഭാഗമായി കൊടുങ്ങല്ലൂർ ക്ഷേത്ര അന്തരീക്ഷത്തിലേക്ക് ജയരാജൻ ചെന്നതും സനാതനികൾ അത് വലിയ വിവാദമാക്കിയതും ഇതിനോട് ചേർത്ത് വെച്ച് ഓർക്കേണ്ട കാര്യമാണ്. ബ്രാഹ്മണേതര ദേവാലയങ്ങളും ബ്രാഹ്മണ ദേവാലയങ്ങളും കേരളത്തിലുണ്ട്. ഇതിനെ വേർതിരിച്ച് കാണിച്ചുകൊണ്ട് ബ്രാഹ്മണേതര ദേവാലയങ്ങളെ എങ്ങനെയാണ് ഏതാണ്ട് പ്രാന്തവൽക്കരിച്ച് ബ്രാഹ്മണ ദേവാലയങ്ങൾക്ക് പ്രാധാന്യം നൽകി തുടങ്ങിയത് എന്ന് ജയരാജൻ ഈ പുസ്തകത്തിൽ പരിശോധിക്കുന്നുണ്ട്. ഈ പുസ്തകം സമകാലിക കേരളത്തിൽ കൂടുതൽ പ്രസക്തമാകുന്നത് സംഘപരിവാർ ശക്തികൾ ഇപ്പോൾ വർദ്ധിത വീര്യത്തോടെ തുടക്കത്തിൽ പറഞ്ഞ ആ ദൗത്യം തുടരുന്നു എന്നിടത്താണ്. അതായത് കേരളത്തെ ഹിന്ദുവൽക്കരിക്കുക എന്ന ആ ദൗത്യം അതിശക്തമായി അവർ മുൻപോട്ട് കൊണ്ടുപോകുന്നു. ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും അത് ഏതൊക്കെ വിധത്തിൽ പ്രതിഫലിച്ചു എന്നത് ജയരാജൻ ഈ കൃതിയിൽ പരിശോധിക്കുന്നു. അത് ഏതാണ്ട് അരനൂറ്റാണ്ട് തുടങ്ങി വെച്ച ഒരു പ്രക്രിയയുടെ ഇന്നത്തെ അവസ്ഥ വിലയിരുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് താൻ. സമൂഹത്തിന്റെ ഓർമ്മയിൽ വേണ്ട വിധം പതിഞ്ഞു നിൽക്കുന്നതല്ലാത്ത ചില കാര്യങ്ങളെ ഗവേഷണ ബുദ്ധിയോടെ കണ്ടെത്തുകയും പരസ്പരം ചേർത്ത് വെച്ച് വായിക്കുകയും സമീപകാല ചരിത്രത്തിന്റെ പുതുവായന അതിലൂടെ സാധ്യമാക്കുകയുമാണ് പി ജയരാജൻ
ചെയ്തിട്ടുള്ളത്. ചിതറിക്കിടക്കുന്ന ഘടകങ്ങളെ കണ്ടു ചേർക്കുമ്പോൾ അതൊരു പുതിയ അറിവിന്റെ വെളിച്ചത്തിലേക്ക് നാം നയിക്കും. ഏതാണ് ആ വെളിച്ചം എന്ന് ചോദിച്ചാൽ അത് മതനിരപേക്ഷതയുടെ ആവശ്യകത, ജാതിയെ ഇല്ലായ്മ ചെയ്യേണ്ടതിന്റെ ആവശ്യകത, ജാതിക്ക് അതീതമായ മാനവിക ബോധത്തിന്റെ വെളിച്ചം സമൂഹത്തിൽ പകർത്തേണ്ടതിന്റെ ആവശ്യകത എന്നിവയാണ്. അതിന്റെ വെളിച്ചത്തിലേക്ക് നമ്മുടെ നാടിനെ നയിക്കുന്നതിന് സഹായകമായ ഒരു ഗ്രന്ഥമാണ് ഇവിടെ പ്രകാശിതമായിട്ടുള്ളത്. അതിലുള്ള സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് നിറഞ്ഞ സന്തോഷത്തോടെ തന്നെ ഈ കൃതി പ്രകാശനം ചെയ്തതായി ഔപചാരികമായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ സ്നേഹാഭിവാദം.